എല്ലാം നിമിത്തമാണ് അഞ്ജലി. അതല്ലേ ഇന്ന് തന്നെ ഞാൻ ഇവിടെ എത്തിയ. നിന്നെ എനിക്ക് ഇഷ്ടമുള്ള 1000 വട്ടം പറഞ്ഞല്ലേ ഞാൻ. അച്ഛനെ കാര്യം നിന്നെ മനസ്സിലായ നീ ഇത് പോവാൻ നോക്കിയാടാ ഇവിടുന്ന്. എടി നിന്റെ കല്യാണം ഉറച്ചെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് നേരെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല. അതിന് ഞാൻ എന്തിനു വേണം? ഇതൊരു കഷ്ടം ഈശ്വരാ. അഞ്ജലി, നിനക്കിഷ്ടമുള്ള ആളുടെ കൂടെയാണ് നീ ജീവിക്കാനുള്ളത്, അല്ലാതെ നിന്റെ വീട്ടുകാരെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ല. അത് ഞാൻ എന്തിനേലും ചെയ്തോളാം. നീ ഇപ്പോൾ പോവിടുന്നേ. നീ ഒന്നും മനസ്സിലാക്ക് പ്ലീസ്. എനിക്ക് നിന്നെ പോലെ വേറെ ആരെയും കാണാൻ പറ്റണില്ല. നമ്മളിവിടെയൊക്കെ മരണ വീട്ടിലെ അടി ആദ്യമായിട്ടാണല്ലേ ചേച്ചി? കൊല്ലത്തൊക്കെ ഉണ്ട്, ഇവിടെ ഇത് ആദ്യമായിട്ട് തന്നെ. കൊല്ലത്തുന്നെ എല്ലാത്തിനും അടിയല്ലേ? എന്ത് മക്കളെ വിശക്കണോ നിനക്ക്? അയ്യോ, ഈ സമയത്ത് വെള്ളം പോലും കുടിച്ചൂടാ, മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ. അടക്കം കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ. അതുവരെ മക്കളെ ഒന്നും കഴിക്കണ്ട. വിശക്കണി ചേച്ചി വല്ല ഇരിപ്പുണ്ട് അതിൻ്റെ തോണ്ട അവിടെ അടുക്കളയിൽ ചെന്നിട്ട് പൂണുളപ്പം. രാവിലെ നമ്മളോട് പണിക്ക് വരുമ്പോൾ ഒറ്റ കുഞ്ഞുങ്ങളില്ലാത്ത മിറ്റ് വരുന്നു. നീ ഒരാൾ വിചാരിച്ചപ്പോൾ കണ്ട ഞാൻ എന്ത് ചെയ്ത്? നീ ഒന്നും ചെയ്തില്ല. ഇന്ന് പയ്യന്മാരായിട്ട് പൊന്മുടി പോയായിരുന്നു ഞാനാണ്. എന്നെയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കൈ കൊണ്ട് മരിക്കാനായിരിക്കും അമ്മച്ചിയുടെ വിധി. അപ്പൊ അതിന് നീ ഇവിടെ വന്നേ പറ്റൂ. ഇത് ചുമ്മാ ഇരുന്നാണ് ഒരുമാതിരി. നീ അമ്മച്ചി ശാപമൊന്നും കേട്ടിട്ടുണ്ടോ? ആന്ധ്രാണ്. ആരൊരുവൻ ഒരു അമ്മച്ചിയുടെ മരണത്തിന് കാരണമാവുന്നുവോ അവനും അവന്റെ 7 തലമുറയും നശിച്ച് പാളിസാവും. ഇത് മിണ്ടായിരുന്നാണ് ചുമ്മാ. അതിന് പരിഹാരമുണ്ട് കേട്ടാ. എന്തിനാണ്? കാശി പോണം. പോയിട്ട് കാശി പോയി 150 തവണ കുളിച്ചു തൊഴണം. പിന്നെ 1001 അമ്മമാരെ കാലി തൊട്ട് തൊഴണം. പിന്നെ 1000. അല്ല, ഈ കാശി എവിടെയാണ്? അത് രാമേശ്വരത്തിനടുത്ത് എവിടെയാണ്? പിന്നെ വിശക്കണ്ടാ, പോയി 2 ഊണ് മേടിച്ചോണ്ട് വരൂ. എന്തോ നമ്മുടെ വഴിയെടുത്തുനിന്ന് മാറ്റിക്കൊണ്ട് പോയവര് പിന്നെ എന്തിനാണ് നമ്മളിത് കാണിക്കണേ? മതിയാക്കിക്കൊടു. പിന്നെ എന്റെ അച്ഛൻ അടിച്ചിട്ട് ഞാൻ അവിടെ മിണ്ടായിരിക്കാനാ? നിന്റെ അച്ഛൻ അടി കിട്ടണത് ആദ്യം കേട്ടാ. നീ ഒന്ന് ശ്രദ്ധിച്ചാണ്. കരച്ചിലൊന്നും വർക്കാണില്ല. ഞാൻ കരഞ്ഞു വരുമ്പോ അവള് ഒരു പൊക്കളത്. വേറെ പ്ലാൻ ബി എങ്ങാണോ? നീ പുളിയിലെ വിറവ് കയറിയിട്ടുണ്ടാ? മാട്ടറിലോട്ട് വാളിയാ. എനിക്ക് തോന്നണതേ അവളെ അച്ഛനെ ഇമ്പ്രസ് ചെയ്യണയാണ് അവളെ വളയ്ക്കാൻ ഒരു വഴി. അത് നീ എനിക്കൊരു വഴി പറഞ്ഞാ. ഇനി വാ നീ ഈ തലയിൽ തന്നെ കയറിയിട്ട് അവളെ ചേംബ്രസാം. ഞാനിവിടെ മരുമോനാകാൻ പോകുന്നതാണ്. നീയല്ലേ അളി എനിക്ക് വേണ്ടി ഇതൊക്കെ ഇവിടെ ചെയ്യാൻ. നീന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഞാൻ തിരിഞ്ഞാ പോന്നീ ഈ ഏരെ കണ്ടുപോലും നിന്നെ. എല്ലാത്തിനും ഞാൻ കത്തിക്കും. എന്നെ ഈ നാട്ടുകാരെ മൊത്തം മുമ്പ് വെച്ച് അടിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കും നിങ്ങൾക്ക് തോന്നണം? ആ മുരളി ഇന്ന് ഇവിടെ കിടന്ന് ഓടും. അതിന് മുരളി അല്ലല്ലോ നിന്നെ അടിച്ചേ, ആ സതീശനല്ലേ ഇന്നെ അടിച്ചേ. അവൻ വെറും കൃമി, അവനെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇന്ന് അവരെ കത്തിക്കാൻ പറ്റാതെ അവന്മാർ ഇവിടെ കിടന്ന് ഓടും. ഓ, ഓട്ടിക്കാൻ ചെന്ന് കയറിക്കോട്. ഇപ്പൊ കിട്ടിയണക്കായിരിക്കൂല. നിനക്കെന്താ അറിയാടി? അണ്ണാ, സുധാകരൻ മാമൻ ചാവണേന് മുമ്പ് ഇവിടുത്തെ വസ്തു സുധയ്ക്ക് എഴുതി കൊടുത്തെങ്കിലും അതിൽ സാവിത്രി അമ്മച്ചിക്ക് ജീവിതകാല അവകാശം വച്ചിട്ടുണ്ട്. ഇപ്പം മോളെ കല്യാണമായി, മുരളിക്കെത്തിയ വസ്തു വിൽക്കണം. സാവിത്രി അമ്മച്ചി ജീവിച്ചിരിക്കുമ്പം അതിലൊരു തുണ്ട് വസ്തു വിൽക്കാൻ അവർ സമ്മതിക്കൂല. അപ്പോൾ സാവിത്രി അമ്മച്ചി ചാവണം. അണ്ണാ, ഇതവർ മരിച്ചതല്ല, പിന്നെ കൊന്നതാണ്. ആര്? ആ മുരളി. മനുഷ്യ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞോളൂ കേട്ടാ. ദൈവത്തിന് നിരക്കൂല. എന്തരടെ മുരളി ഇത്?
ഇതൊരു മരണ വീടല്ലേ? ഒരു മര്യാദയൊക്കെ വേണ്ടി. മനുഷ്യനാണുമ്പോൾ വീട്ടു മറ്റുള്ള വന്നാൽ പോരെ, അങ്ങനെ വിളിക്കണം എന്തിനു? ആ തല ആദ്യം കൊണ്ട് കയറി. അങ്കിൾ സ്റ്റെപ്പ് വരട്ടെ. പഴയ വീടാണ്, കട്ടറ അടിച്ചിടരുത്. തല ഇങ്ങോട്ട് തെക്കോട്ട് വരട്ടെ. വിളക്കൊക്കെ കത്തിച്ചു പോയി എന്നിട്ടേ ആ പെണ്ണുങ്ങളെ കൂടെ വന്നിരിക്കാൻ പറ. എടി, ആ പ്രാന്തൻ എന്തിന്റെ കുഴപ്പം? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കിയപ്പോ അമ്മ ഒരു ബോഡി എടുത്തുകൊണ്ട് വരണം. ഇവൻ എന്തൊരു 5 കുറവുണ്ട് കേട്ടാ. അച്ഛനെങ്ങനെ ഇവനെ മനസ്സിലായ പിന്നെ തീർന്ന്. ഇവ എങ്ങനെ അറിഞ്ഞ അവിടെ മരണം? എനിക്ക് അറിഞ്ഞൂടാ. ആ ശക്തി ചേട്ടനാണെങ്കിൽ ഇവിടെ വെട്ടിയും കിളക്കൊക്കെ ചെയ്യണം. ഇതെന്തോന്നൊക്കെയാടി അവിടെ നടക്കണത്? അണ്ണാ, ഒരാൾ മരിച്ചിട്ടാണ് ആശുപത്രി കൊണ്ട് കയറ്റണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണ്ടേ അണ്ണാ? അതിന് ആശുപത്രി ചെന്നിട്ടാണ് മരിച്ചെന്നല്ലേ അവന്മാർ പറയണ. നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞില്ലേ അണ്ണാ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുമ്പോൾ അവർ മരിച്ചെന്ന്? അതുള്ള തന്നെ. ആ, അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയണം. പോലീസാ? പിന്നെ പ്രസന്ന അടിയും കൊണ്ടുകൊണ്ട് ഇവിടെ ചുമ്മാ വയ്ക്കുമെന്ന് വിചാരിച്ചാ നിങ്ങൾ എൻ്റെ കൂടെ വയ്ക്കൂലേ അണ്ണാ? അതിപ്പോ ഞാൻ അടിച്ച പിടുത്തവും പോയി. ഒരു ധൈര്യത്തിന് നീ ഒരു ഫുള്ളെടുത്ത് ഒരു ലിറ്റർ എടുത്ത് തരണോ ഈ പ്രസന്ന? നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? നീ ഒരു പോരാളിയാണ്ട പ്രസന്ന. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെന്നാ. ഇന്ന് ഇവിടെ ആരെയും കത്തിക്കൂല. രതീഷേ, അത് ഇത്രയും ഒരുമിച്ച് വാരി കത്തിക്കണ്ട. അതിന്റെ പുക ക്യാൻസറസ് ആണ് തന്നെ. പെണ്ണുങ്ങളൊക്കെ മൂന്നുള്ളിൽ ഇവിടെ നിന്ന് ശ്വസിക്കാവുന്നതല്ലേ? എന്നാര് പറഞ്ഞു? ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ആ ശരി. പറഞ്ഞേ ഓ അണ്ണാ, ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്താ അതോ കരയാവോ കാര്യങ്ങൾ ചെയ്യണത്? ശാസ്ത്ര അണ്ണാണ്ണൻ്റെ രീതിക്ക് ചെയ്യണം. ഇവിടെ പിടിച്ചാ ഇതിനൊക്കെ ഓരോ രീതിയിലുണ്ട്. അത് ജയിക്കാനാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്. തിരികെത്തിച്ചൂടെന്ന് നീ പോണെങ്കിൽ ഞാൻ പൈസ അയച്ചാൽ എനിക്കൊരു ലിറ്റർ കൂടെ എടുത്തോണ്ട് ആദ്യം നീ പൈസ പപ്പൂട്ടി രൂപ ആയിട്ട് വരണ്ടാ. നീ ഇത് വിളിച്ച് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞു. മുരളിയണ്ണ ആരാണ് അവന്മാരുടെ അടുത്ത് ട്യൂബ് കൊണ്ട് വെച്ചേട്ടാൻ പറഞ്ഞത്? അണ്ണാ, അതൊക്കെ പണ്ടേ തീരുമാനിച്ചല്ലേ അണ്ണാ. തോട്ടിന്റെ അക്കരെ നിങ്ങളും ഇക്കരെ ഇങ്ങേരും വന്ന്. എൻ്റെ സ്വന്തം അപ്പച്ചിയാണ് ഇവിടെ മരിച്ചു കിടക്കണത്. എന്ന് വെച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് വെച്ച് കെട്ടി കൊടുക്കാൻ വന്നൊന്നും അല്ലല്ലേ? അത് ഞാൻ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊണ്ട് വെച്ച് കിട്ടോടാ. കുടുംബത്തിലുള്ളവർക്ക് വർക്കോറാ. പപ്പുട്ടി, ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്തിക്കോട്ടെ. അവ ഇവിടെ കൊണ്ടുവച്ച് കെട്ടിയ ഞാൻ എന്തിനാ? അണ്ണാ, വല്ലപ്പോഴാണ് വല്ല ബന്ധുക്കളെ മരിക്കുമ്പോഴാണ് എനിക്കൊരു വർക്ക് കിട്ടുന്നത്. അതും ആ മരം കൊണ്ട് വെച്ച് കെട്ടിയാ ഇനി ഇവിടെ ആരെങ്കിലും മരിക്കുമ്പോ ആ വർക്ക് അവന് കൊടുക്കാന്ന് പറയണേ അല്ലേ?